ഞാൻ സരസ്വ ടീച്ചറിൽ നിന്ന് ഈ സംവാദം ആരംഭിക്കുകയാണ്. ടീച്ചറെ, കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറെ ക്യാമ്പസിന് പുറത്ത് നിന്നെത്തിയ SFIക്കാരാണ് ആക്രമിച്ചത്. ക്യാമ്പസിൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞതാണ് പ്രകോപനത്തിന് ആധാരം. തുടർന്ന് SFI ക്യാമ്പസിലേക്ക് നടത്തിയ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഏരിയ സെക്രട്ടറി പ്രിൻസിപ്പാളിനെ 2 കാലിൽ നടത്തിക്കില്ലെന്ന ഭീഷണി മുഴക്കി. SFIക്കാരുടെ കലിപ്പ് ആവോളം അനുഭവിച്ച ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് സരസ്വ ടീച്ചർക്ക് ഇതിൽ അസ്വാഭാവികമായി ഒന്നും തോന്നുന്നുണ്ടാവില്ല. എങ്കിലും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും വരുതിയിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയെ ആരെങ്കിലും പിടിച്ചു കെട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നില്ല ടീച്ചർ? ആരെങ്കിലും പിടിച്ചു കെട്ടണം എന്നുള്ളത് ആര് ചെയ്യുമെന്നുള്ളതാണ്. ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുഴിമാടം ഉണ്ടാക്കി തന്ന സമയത്ത് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു. അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി. അന്ന് നിയമസഭയിൽ ഇതിനെപ്പറ്റി ചർച്ച ഉണ്ടായി. പക്ഷെ ആരെങ്കിലും ഒരാള് ഈ കുട്ടികൾക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ക്രൂരതയുടെ ഒരു തുടക്കം അവിടെ നിന്നായിരുന്നു. ക്രൂരത ഇല്ല എന്നല്ല ഞാൻ പറയുന്നതിന് മുമ്പ്, പക്ഷെ അവിടെ നിന്നായിരുന്നു തുടങ്ങിയിരുന്നത്. എന്തെങ്കിലും ഒരു ആക്ഷൻ അവർക്കെതിരെ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ അത് ഇത്രയും വലിയൊരു ലെവലിലേക്ക് പോവില്ലായിരുന്നു. ഇപ്പൊ ഇവർ പറയുന്ന ഹെൽപ്പ് ഡെസ്ക് എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു കള്ളത്തരമാണ്. അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ വിക്ടോറിയ കോളേജിൽ കുറെ ഇതുപോലെ കണ്ടതാണ് ഇവരുടെ ഹെൽപ്പ് ഡെസ്ക് എന്നൊക്കെ പറയുന്നത്. അവരൊരു ബെഞ്ചും ഡെസ്ക് വിട്ട് അവിടെ ഇരിക്കും. കുട്ടികൾ വരുമ്പോ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയും പലതരത്തിലും അവരെ കുട്ടികളെ ഇങ്ങോട്ട് അവരുടെ സംഘടനയിലേക്ക് ചേർക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അതല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു ഹെൽപ്പും ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇപ്പോഴത്തെ അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് അപ്ലൈ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുട്ടികൾക്ക് അഡ്മിഷനുള്ള കാർഡ് കിട്ടിയതിന് ശേഷമാണ് അവർ അഡ്മിഷൻ എടുക്കാൻ വരുന്നത്. ആ സമയത്ത് അവര് ഇൻഡെക്സ് മാർക്കൊക്കെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ആ പേപ്പറിൽ അവർ എന്തൊക്കെ കൊണ്ടുവരണം എല്ലാ ഡീറ്റെയിൽസും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പേപ്പറിലുണ്ടാവും. ആ പേപ്പറും കൊണ്ട് അവർ വന്നു കഴിഞ്ഞാല് നമ്മൾ ഒന്നുകൂടി യൂണിവേഴ്സിറ്റിയുടെ നിയമപ്രകാരം നമ്മൾ ഒന്നുകൂടി ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ശരിയാണോ എന്നൊന്ന് നോക്കണം. ഇതെല്ലാം ചെയ്യുന്നത് കോളേജിലെ അധ്യാപകരാണ്. അതിനകത്ത് ഓഫീസ് സ്റ്റാഫ് പോലും അല്ല, അധ്യാപകർ തന്നെയാണ് അതാത് ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ വരുന്ന കുട്ടികളുടെ മാർക്ക് വീണ്ടും കൂട്ടി നോക്കി അതെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുന്നത് അധ്യാപകർ മാത്രമാണ്. ഇതിൽ വേറെ ആർക്കും ഒരു റോളും ഇല്ല. പുറത്തുനിന്ന് ഒരാൾക്ക് ഓഫീസിലേക്കോ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്കോ വന്ന് ഇതൊന്നും നോക്കാനായിട്ടോ ചെക്ക് ചെയ്യാനായിട്ടോ ഒന്നും യാതൊരു തരത്തിലുള്ള അനുവാദവും ഇല്ല. അതൊട്ടും അതിന്റെ ആവശ്യവുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇവര് ഹെൽപ്പ് ഡെസ്ക് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതിലൊന്നും ഒരു കാര്യവുമില്ല. ഹെൽപ്പ് ഡെസ്കിൽ കൂടി അവർ ചെയ്യുന്നത് കുട്ടികളെ അവരുടെ സംഘടനയിലേക്ക് കയറ്റുക എന്നുള്ളത് മാത്രമാണ്. കാരണം SFIക്ക് ഇത്രയും തോന്നിവാസം, ഇത്രയും മനസാക്ഷി ഇല്ലാത്ത ഒരു വിദ്യാർത്ഥി സംഘടനയാണ് SFI എന്നുള്ളതിന് ഇപ്പൊ വേറെ തെളിവൊന്നും ആവശ്യമില്ല. ഒരുപാട് അനുഭവങ്ങൾ ആയി കഴിഞ്ഞു. ഒരു പയ്യനെ എത്രയോ ദിവസം ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതെ ഇട്ട് പീഡിപ്പിച്ച് കൊന്നു എന്ന് പറയുന്ന അവന്റെ കൂടെ പഠിക്കുന്ന സഹപാഠികളായിരുന്നു. അപ്പൊ നമുക്കറിയാം അവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത്. ഇങ്ങനെ ഒരു ഒരു ക്രിമിനൽ ലുക്കാണ്, ഒരു ക്രിമിനലാണ് അവരുടെ മനസ്സെന്ന് പറയുന്നത്. ഈ മനസാക്ഷിയുള്ള ഇത്രയും ക്രൂരതയുള്ള ഒരു കൂട്ടര് നാളത്തെ എന്താ പറയാ, നാളത്തെ പൗരന്മാരാണ് അവരെല്ലാവരും. ഇവരെ ഇതേപോലെയുള്ള ആൾക്കാരെ ഇങ്ങനെ നമ്മൾ വളർത്തി വിട്ടു കഴിഞ്ഞാൽ എന്താവും നാളത്തെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? ഇപ്പൊ ഇവർക്കെതിരെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആക്ഷൻ എടുക്കില്ല, ഒരു ഗവൺമെന്റും ആക്ഷൻ എടുക്കില്ല എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് വന്നുപോയി. ആരും എടുക്കുന്നില്ല. അവരുടെ സർക്കാരാണെന്നുണ്ടെങ്കിൽ ഒട്ടും എടുക്കില്ല. അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാനായിട്ടും കൂടി ഇവരെ ഏൽപ്പിക്കുന്നു. നാളെ എന്തെങ്കിലും ജോലി കിട്ടും. ഇവരെന്ത് ചെയ്താലും ആരെയും കൊന്നാലും സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സംഘടന ഇതൊക്കെ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ അതിശയം. അതിനെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. നമുക്കറിയാം ഹൈക്കോടതി വിധിയുണ്ട്, കോളേജുകളിലും സ്കൂളുകളിലും രാഷ്ട്രീയം പാടില്ല എന്ന്. പക്ഷെ എത്ര സ്കൂളിലും കോളേജിലും ഇത് നിരോധിക്കാൻ പറ്റിയിട്ടുണ്ട്? ഒരിടത്ത് പോലും പറ്റിയിട്ടില്ല. എല്ലായിടത്തും ഇപ്പോഴും ഇവര് ഈ പറഞ്ഞതുപോലെയുള്ള ക്രൂരതകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അല്ല ടീച്ചർ, അന്ന് റീത്ത് വെച്ചവർക്കെതിരെ കേസൊന്നും എടുത്തിരുന്നില്ലേ പോലീസ്? ഏതാ? അന്ന് റീത്ത് വെച്ചവർക്കെതിരെ കേസ് എടുത്തിരുന്നോ? FIR ഉണ്ടായിരുന്നോ?
തീർച്ചയായിട്ടും കേസ് എടുത്തിരുന്നു. പക്ഷെ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ടില്ല. അവര് കോടതി വെറുതെ വിട്ടു, അതൊരു സത്യമാണ്. പക്ഷെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ ഞാനത് അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോകാഞ്ഞത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ വിദ്യാർത്ഥികൾ മാത്രമല്ലായിരുന്നു അതിനകത്ത് ഇത് ചെയ്തതിന്റെ ആൾക്കാര്. ഇത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് വിക്ടോറിയ കോളേജിലത്തെ കുറച്ച് ഇടതുപക്ഷ അധ്യാപക സംഘടനയിലുള്ള അധ്യാപകരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധ്യാപകരും കുറച്ച് SFI നേതാക്കന്മാരും ആണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഭരിക്കുന്ന. അവർ പറയുന്ന പോലെ ഭരിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പൊ അവര് പറയുന്ന പോലെ നമ്മൾ ഭരിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു കോളേജ് എന്തിനാണ് പ്രിൻസിപ്പാൾ? സർക്കാരിനാണ് ഇപ്പൊ ശമ്പളം കൊടുക്കാൻ പോലും കാശില്ല. ഇപ്പൊ പ്രിൻസിപ്പാളിന് പറഞ്ഞ ഒരാൾ വേണ്ടല്ലോ. ഈ പറയുന്ന അധ്യാപകരും ഈ SFI നേതാക്കന്മാരും കൂടെ ഭരിച്ചാൽ പോരെ? അപ്പൊ അവരുടെ ഉദ്ദേശം, അവരുടെ ആവശ്യം അതാണ്. അവർ പറയുന്നത് പോലെ നമ്മൾ നിൽക്കണം, നമ്മൾ അതെല്ലാം കേട്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. അവർ പറയുന്ന പോലെ മറ്റൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് നമുക്ക് ഇതുപോലെ കുഴിമാടമോ അല്ലെങ്കിൽ ഇപ്പതേ കാലുവെട്ടി കളയുക, രണ്ടു കാലം നടക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നേ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞതിന്റെ പിന്നിൽ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ടോണ്ട്. എന്നിട്ട് അയാൾ എന്തെങ്കിലും ചെയ്തോ? ഒരു വാക്കെങ്കിലും അയാൾ മിണ്ടിയോ? ആ വിദ്യാർത്ഥിയെ തടയാൻ അയാൾ ശ്രമിച്ചോ? ഇല്ല. അപ്പൊ ഇതൊക്കെ ഇവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ സപ്പോർട്ടിംഗ് ആയിട്ടാണ് അവരെടുക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് അവർക്കുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവർക്കെതിരെ നമ്മൾ ഒരിക്കലും ആക്ഷൻ എടുക്കാത്തിടത്തോളം കാലം ഈ പരിപാടികളൊന്നും നിൽക്കില്ല. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇവരുടെ ഓരോ പരിപാടികൾക്കും ഇവര് ഇതിലേക്ക് മെമ്പർഷിപ്പ് കൂട്ടുന്നതും ഒക്കെ കുട്ടികളെ പല തരത്തിലുള്ള എന്താണ് പറയാ, അതിനകത്ത് ഒരു ചെറിയ പീഡനമുണ്ട്. പല കോളേജുകളിലെ പ്രിൻസിപ്പൽമാരും പറഞ്ഞ് എനിക്കറിയാം, ഞാൻ കോളേജിന്റെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ എല്ലാവരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ആരറിയുന്നു? എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിലും, അധ്യാപകർക്ക് അറിയാമെന്നുണ്ടെങ്കിലും അവര് ഇതൊന്നും എന്താ പറയാ, ഇതിനൊന്നിനും എല്ലാത്തിനും കൂട്ടു നിൽക്കുകയാണ്. അവര് പറയുന്നതിന് കൂട്ടു നിൽക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നാളെ ഈ അധ്യാപകർക്കെതിരായിട്ട് അവർ തിരിയും. അപ്പൊ വിക്ടോറിയ കോളേജിൽ നടന്ന അത് തന്നെയാണ്. കുറച്ച് അധ്യാപകരെ ആണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഞാൻ പറയാം. അതായത് കുറച്ച് അധ്യാപകര് എന്താ പറയാ, അവർക്ക് ജോലിയൊന്നും ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. അതിന് മഹാരാജാസ് കോളേജിൽ പിന്നെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ട് വന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെയൊക്കെ കോളേജില് ഈ ഓഫീസുകളിൽ പഞ്ചിങ് ആദ്യമായിട്ട് തുടങ്ങിയത് ഗവൺമെന്റ് കോളേജുകളിലായിരുന്നു. അപ്പൊ ഞാൻ വിക്ടോറിയ കോളേജില് പ്രിൻസിപ്പലായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ പഞ്ചിങ് ഉണ്ട്. അപ്പൊ ഈ മഹാരാജാസ് കോളേജിൽ നിന്ന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ വന്നിട്ട് അവിടെ ഈ ഓട്ടോണോമസ് കോളേജ് ആക്കുന്നതിന് എതിരായിട്ട് 60 ദിവസമായിട്ട് സമരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഒരാളെ ഈ കുറെ പേരെ സമരത്തിൽ പങ്കെടുത്ത് കുറെ പേരെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. അതിലൊരു അധ്യാപകൻ വിക്ടോറിയ കോളേജിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇയാളെ ഈ പഞ്ചിങ് എന്ന് പറയുന്നത്, നമ്മളൊരു കോളേജിലേക്ക് വരുമ്പോൾ ആ കോളേജിലേക്ക് ഈ പഞ്ചിങ്ങിന്റെ ഇതിലേക്ക് ആ പുതുതായിട്ട് വരുന്ന ആൾക്കാരെ കയറ്റണം. അത് കോളേജിലെ തന്നെ, വിക്ടോറിയ കോളേജിലെ തന്നെ AKGCTയുടെ യൂണിറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു അധ്യാപകനായിരുന്നു അതിന്റെ ചാർജ് കൊടുത്തിരുന്നത്. അപ്പൊ ഇയാള് കുറെ നാളുകളായിട്ട് ഇതൊന്നും ചെയ്യാതെ ഈ പഞ്ചിങ്ങിന്റെ ഒരു ഇത് പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കോ അല്ലെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിക്ക് പോകുന്ന അധ്യാപകരുടെ ഒന്നും ഇതിലേക്ക് കയറ്റാതെ പോകുമായിരുന്നു. അങ്ങനെ കുറെ പരാതിയും കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെ പിള്ളേർ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. ഈ പറഞ്ഞ അധ്യാപകൻ മലയാളം അധ്യാപകനായിരുന്നു. അയാള് ക്ലാസ്സിൽ പോകുന്നില്ല. അയാള് 11 മണിക്ക് വരുന്നു, 1 മണിക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ പഞ്ചിങ്ങിലേക്ക് കയറ്റാത്തത് കൊണ്ട് അയാൾ അറ്റൻഡൻസ് ബുക്കിലാണ് ഒപ്പിടുക. ഈ അറ്റൻഡൻസ് ബുക്കിൽ ഒപ്പിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ നമ്മൾ പഞ്ചിങ് ഉള്ളത് കൊണ്ട് ബുക്ക് രാവിലെ കൊണ്ടുപോയാൽ വൈകുന്നേരത്തായിരുന്നു 4 മണിക്കാണ് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു കുട്ടികളുടെ പരാതി കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അറ്റൻഡൻസ് ബുക്ക് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട എന്ന് പറഞ്ഞു. അവരെ ഓഫീസിൽ വന്ന് ഒപ്പിടട്ടെ. നമുക്ക് ഒപ്പിടേണ്ട സമയം 9:30 ആണ്, രാവിലെ 9:30ക്കാണ് ഒപ്പിടേണ്ടത്. അപ്പൊ അങ്ങനെ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പം അയാള് രാവിലെ 9:30 ഓഫീസിൽ വന്ന് ഒപ്പിടാനായിട്ട് തുടങ്ങി. അപ്പൊ ഇത് ഇവർക്കെതിരായിട്ട് വന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഈ ചെയ്യേണ്ടിയിരുന്ന അധ്യാപകൻ ഇത് ചെയ്യാതിരുന്നപ്പോ അയാളെ ഞാൻ ആ സ്ഥാനത്തു നിന്ന് മാറ്റി. മര്യാദയുടെ പേരിൽ ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിരുന്നു. പക്ഷെ അയാൾ അതൊന്നും ചെയ്യാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു, ഒന്നും കേട്ടില്ല. അതിനുശേഷം ഞാൻ കത്ത് കൊടുത്തു. എന്നിട്ടും അയാൾ അത് ചെയ്യാൻ തയ്യാറായില്ല. പിന്നീട് ഞാൻ അയാളെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി വേറൊരാളെ ഞാൻ ആ സ്ഥാനത്ത് വെച്ചു. ഇതൊക്കെയാണ് ഞാൻ അവരോട് ചെയ്തിട്ടുള്ള ക്രൂരതകളിൽ ഒന്ന് ആണിത്. ഇതല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അവരെന്നോട് ചെയ്ത നല്ല കാര്യങ്ങൾ, ഞാൻ അവരോട് ചെയ്ത ക്രൂരതകളും. ഒരാള് കോളേജിൽ ജോലി ചെയ്യുന്നെങ്കിൽ അയാൾ ചെയ്യേണ്ട കടമകൾ അയാൾ ചെയ്യണ്ടേ? അപ്പൊ അത് ചെയ്യാൻ അവരോട് നമുക്ക് കൂട്ടുനിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ആക്ഷൻ എടുത്തു. അത് ഒക്കെ എന്നോട് ദേഷ്യം വരാനുള്ള കാരണങ്ങളാണ് അവരുടേത്. അതിനകത്ത് ന്യായം എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ചാൽ മതി.